അനുമോളാണ് കപ്പടിച്ചത്. എന്താണ് സന്തോഷം, സുഖം, സന്തോഷം. പിആറിനെ പറ്റി എനിക്ക് അറിയില്ല. ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നില്ല. പിആറിനെ പറ്റി ഡീറ്റെയിൽ അറിയാത്ത ഞാൻ എന്ത് പറയാനാണ്? എനിക്ക് ഇല്ലായിരുന്നു. എനിക്ക് അതിനുള്ള ശൈത്യ അനുമോളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം കുറേ ട്രോൾസും കാര്യങ്ങളും വരുന്നത് ശൈത്യ കട്ടപ്പയാണ്. ശൈത്യ റീ എൻട്രിയിലൂടെ ശൈത്യ ഭയങ്കരമായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് അനുമോൾക്ക് പി ആർ ഉണ്ട്, അനുമോളുടെ പി ആർ എൻ്റെ പി ആർ ചെയ്തത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട്. ഞാൻ പറഞ്ഞില്ല പിആറിനെ പറ്റി എന്നോട് ശരിക്കും അറിയില്ല. അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ കുറേ ഒറ്റപ്പെടുത്തി. അപ്പോൾ അതിലൂടെ അനുമോൾക്ക് ഒരുപാട് വോട്ട് കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇവർ കയറി കഴിഞ്ഞിട്ടാണ് ഞാൻ കയറിയത് അല്ലേ. ഇനി ഫോൺ നോക്കാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത്. പിന്നെ ഇനി നോക്കിയിട്ട് പറയണം ഡീറ്റെയിൽ ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് അറിയില്ല, സത്യമായിട്ട് അറിയില്ല കേട്ടോ. എന്താ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല. എനിക്ക് കണ്ടിട്ട് ഞാൻ നമുക്ക് അടുത്ത പ്രാവശ്യം കാണും. ഇതിനെപ്പറ്റി കാണാത്ത ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വായിൽ നിന്ന് എന്താ വീഴാൻ നമുക്കറിയില്ല. പണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഞാൻ വായി തോന്നുന്ന പറയും. ഇപ്പം അങ്ങനെയല്ല, അളന്ന് മുറിച്ചേ സംസാരിക്കത്തുള്ളൂ. കാരണം നമുക്കറിയാത്ത വിഷയത്തെപ്പറ്റി അല്ലെങ്കിൽ തന്നെ നമ്മളെപ്പറ്റി അപവാദങ്ങളാണ് പുറത്ത് പറയും. ഇനി എന്തെങ്കിലും വായിന്ന് വീണാൽ തീർന്നില്ലേ. അനീഷേട്ടന് കപ്പടിക്കുന്നതാണ് ഒരുപാട് പേര് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ആണോ? എല്ലാവർക്കും ഓരോ ഫേവറേറ്റ് പേഴ്സൺ കാണുമല്ലോ. അതേപോലെ തന്നെ ഈ അനുമോളിനെ റീ എൻട്രിക്ക് ശേഷം കുറേ പേര് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിനകത്ത്. അപ്പോൾ അതിനെപ്പറ്റി ചേച്ചിക്കെന്താണുള്ളത്? ഞാൻ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ചെന്ന് എല്ലാം അടിച്ചു പൊളിച്ച് പാട്ട് പാടി പോകുന്നതല്ലാതെ മറ്റുള്ളവരുടെ കാര്യം ഞാൻ എങ്ങനെയാണ് പറയുന്നത്? ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ പോരെ. ഭയങ്കരമായിട്ട് അൺഫെയർ ആയിരുന്നു ആരിൻ്റെ എവിക്ഷൻ. അതുപോലെ ഈ ആരിൻ്റെ എവിക്ഷൻ ഞാൻ കണ്ടില്ല, സത്യം. ഞാൻ നാട്ടിലില്ലായിരുന്നല്ലോ. ചേച്ചിയുള്ള സമയത്താണ് ആരും എല്ലാ ഗെയിമും അത്യാവശ്യം നല്ല ഫിസിക്കൽ ഗെയിമൊക്കെ നന്നായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു വ്യക്തി പെട്ടെന്നൊരു നിമിഷം ഔട്ടാ. അതിനേക്കാളും ലോ ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന സാബുമാനൊക്കെ അവിടെ നീങ്ങുന്നു. അപ്പോൾ അതൊരു ബിഗ് ബോസ് ഇല്ലെങ്കിൽ അതിനൊരു പി ആർ വർക്ക് പോലൊരു ശ്രമമല്ലേ അതിന് കാരണം? എനിക്കറിയില്ല അവന് പി ആർ ഉണ്ടോയെന്ന് അറിയത്തില്ല. എനിക്ക് പി ആറില്ലെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ അല്ലാതെ എന്നാ പറയാനാണ്? ഈ നൂറ ഫൈനൽ 5 എത്തണമെന്ന് ചേച്ചി ആഗ്രഹിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫൈനൽ 5 നൂറയുടെ പേര്. ഞാൻ എൻ്റെ പേഴ്സണൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ലല്ലോ. ലാസ്റ്റ് ആക്കുമ്പോൾ ഓക്കെ.